മനുഷ്യൻ എങ്ങനെ പരിണമിച്ചു? മനുഷ്യ പരിണാമം പഠിച്ചാലോ? മനുഷ്യർ കുരങ്ങുകളിൽ നിന്ന് ഉണ്ടായവരല്ല, മറിച്ച് നമുക്കൊരു പൊതുവായ പൂർവികൻ, കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ഏകദേശം 70 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ വെച്ചാണ് ഈ പരിണാമം തുടങ്ങിയത്. ഇതിൽ ചിമ്പാൻസികളോടാണ് മനുഷ്യർക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ളത്. നാച്ചുറൽ സെലക്ഷൻ വഴി ആ കോമൺ ആൻസസ്റ്റർ 2 വിഭാഗങ്ങളായി പിരിഞ്ഞു. ഇതിൽ പുൽമേടുകൾ കഴിഞ്ഞവർ മനുഷ്യരായും വനങ്ങളിൽ തുടർന്നവർ ചിമ്പാൻസികളായും പരിണമിച്ചു. ആധുനിക മനുഷ്യർ ഏകദേശം 1.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അവിടെ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയ ഇവർ ഏഷ്യയിലെയും യൂറോപ്പിലെയും മറ്റു സ്പീഷീസുകളെ തോൽപ്പിച്ച് സ്ഥാനം പിടിച്ചു. ഏതാണ്ട് 1 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ മഹാപ്രയാണം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘട്ടമാണ്. ഇന്നത്തെ മനുഷ്യൻ ആഫ്രിക്കയിലുണ്ടായി എന്ന് എങ്ങനെ മനസ്സിലായി? ഏകദേശം 2 ലക്ഷം വർഷം പഴക്കമുള്ള ഏറ്റവും പഴയ മനുഷ്യ ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത്. ആഫ്രിക്കയിൽ നിന്ന് ദൂരേക്ക് പോകുന്തോറും ഫോസിലുകളുടെ പഴക്കം കുറഞ്ഞു വരുന്നു. ആഫ്രിക്കയിൽ ഫോം ചെയ്തുകൊണ്ട് തന്നെ അവിടെ ചേഞ്ച് വരാനുള്ള കൂടുതൽ സമയം ലഭിച്ചു. ആധുനിക മനുഷ്യൻ ആഫ്രിക്കയിൽ ഉത്ഭവിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത്. നമ്മുടെ മൈറ്റോകോൺട്രിയൽ DNA അമ്മമാരിൽ നിന്നാണ് ലഭിക്കുന്നത്. കാരണം ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള DNA ഒഴിച്ച് ബാക്കി എല്ലാ സെൽ ഓർഗനൽസും ഓവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിലെ മാറ്റങ്ങൾ പഠിച്ചപ്പോൾ ആഫ്രിക്കൻ ജനതയിലാണ് ഏറ്റവും കൂടുതൽ വൈവിധ്യം കണ്ടെത്തിയത്. ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് പോയ ചെറിയ വിഭാഗങ്ങളിൽ ഈ വൈവിധ്യം കുറവായിരുന്നു. മനുഷ്യൻ ആഫ്രിക്കയിലാണ് ഉത്ഭവിച്ചത് എന്നതിൻ്റെ ശക്തമായ ജനറ്റിക് പ്രൂഫാണിത്. മൈറ്റോകോൺട്രിയൽ DNA പോലെ തന്നെ Y ക്രോമസോം പഠനങ്ങളും ആഫ്രിക്കൻ ഉത്ഭവത്തെ ശരിവെക്കുവാണ്. പിതാവിൽ നിന്ന് ലഭിക്കുന്ന ഈ ക്രോമസോമിലെ, അതായത് Y ക്രോമസോമിലെ ജനറ്റിക് വേരിയേഷൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആഫ്രിക്കൻ ജനതയിലാണ്. ആഫ്രിക്കയിൽ നിന്ന് അകലുന്നതനുസരിച്ച് ഈ വേരിയേഷൻ കുറഞ്ഞു വരുന്നത് മനുഷ്യൻ അവിടെ നിന്ന് കുടിയേറിയവരാണെന്ന് ഉറപ്പിക്കുന്നു. നിയാൻഡർതാൽ, ക്രോ-മഗ്നൻ തുടങ്ങിയ വിഭാഗങ്ങളുമായി ഹോമോസാപ്പിയൻസ് നേരിയ തോതിൽ ഇന്റർബ്രീഡിംഗ് നടത്തിയിരുന്നതായി ജനറ്റിക് സ്റ്റഡീസ് സൂചിപ്പിക്കുന്നു. എങ്കിലും ആധുനിക മനുഷ്യർ ആഫ്രിക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു മറ്റു വർഗ്ഗങ്ങളെ ഓവർബ്രീഡ് ചെയ്തു എന്ന വാദത്തെയാണ് തെളിവുകൾ കൂടുതൽ പിന്തുണയ്ക്കുന്നത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒരേ സമയം മനുഷ്യൻ പരിണമിച്ചു എന്നതിനേക്കാൾ ആഫ്രിക്കൻ ഒറിജിൻ തിയറിക്കാണ് ഇന്ന് പ്രസക്തിയുള്ളത്. ഇനി മനുഷ്യ പരിണാമത്തിൻ്റെ ഓരോ ലെവലുകൾ പഠിക്കാം. ആഫ്രിക്കയിലും യൂറോപ്പിലും കാണപ്പെട്ട ഡ്രയോപിത്തക്കസ് ഏകദേശം 15 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത്. മരങ്ങളിൽ വസിച്ചിരുന്ന ഇവർ കുരങ്ങുകളുടെയും മനുഷ്യരുടെയും പൊതുവായ പൂർവികരെന്ന് കരുതപ്പെടുന്നു. പിൽക്കാലത്ത് ഇവരുടെ ഒരു വിഭാഗം കുരങ്ങുകളായും മറ്റൊന്ന് മനുഷ്യരായും പരിണമിച്ചു. ഏറ്റവും പഴക്കം ചെന്ന ഹോമിനിഡ്, അതായത് മനുഷ്യൻ്റെ ഫാമിലി, കണക്കാക്കപ്പെടുന്നത് ആർഡിപിത്തക്കസ് റാമിഡാണ്. മനുഷ്യരും ചിമ്പാൻസികളും തമ്മിലുള്ള വേർപിരിയലിന് തൊട്ട് പിന്നാലെയാണിത്. അതായത് ചിമ്പാൻസിയിലേക്കുള്ള വേർപിരിയൽ കഴിഞ്ഞ് മനുഷ്യൻ്റെ ബ്രാഞ്ചിൽ വന്ന ഫസ്റ്റ് സ്പീഷീസ്, അല്ലെങ്കിൽ ആദ്യ ഭാഗത്തുള്ള സ്പീഷീസ്. ഇവർക്ക് ചിലപ്പോൾ നിവർന്ന് നടക്കാനും കഴിഞ്ഞിരിക്കാം. അടുത്ത നോട്ടബിൾ ആയിട്ടുള്ള ലെവൽ ആസ്ട്രലോപിത്തക്കസ് ആഫ്രിക്കാനസ് ആണ്. ഏകദേശം 50 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇവർക്ക് മനുഷ്യരുടേതിന് സമാനമായ പല്ലുകളും നിവർന്ന നടത്തവും ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നത്. കേവ്സിൽ വസിച്ചിരുന്ന ഇവർ കല്ലുകളായുധമാക്കി പഴങ്ങൾ പോലുള്ള വെജിറ്റബിൾസ് ആണ് കൂടുതലും ആഹാരമാക്കിയതെന്ന് കരുതപ്പെടുന്നു. നമ്മുടെ ഹോമോ ജീനസിലെ ആദ്യ അംഗമാണ് ഹോമോ ഹാബിലസ്. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇവർ കല്ലുകൾ കൊണ്ട് ആയുധങ്ങൾ നിർമ്മിക്കാൻ മിടുക്കരായിരുന്നു. വികസിതമായ തലച്ചോറും സംസാരിക്കാനുള്ള പ്രാഥമിക ശേഷിയും ഇവർക്കുണ്ടായിരുന്നു. ഏകദേശം 15 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഹോമോ ഇറക്ടൂസുകളാണ് ആദ്യമായി തീ ഉപയോഗിക്കാൻ പഠിച്ചത്. നിവർന്ന് നടന്നിരുന്ന ഇവർ വേട്ടയാടലിനായി മൂർച്ചയേറിയ കല്ലായുധങ്ങൾ നിർമ്മിച്ചു. ജാവ മനുഷ്യൻ, പീക്കിംഗ് മനുഷ്യൻ എന്നിവർ ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഇറച്ചി ആഹാരമാക്കിയിരുന്ന ഇവർ തലച്ചോറിൻ്റെ വലിപ്പം ഹോമോ ഹാബിലസിനേക്കാൾ കൂടുതലായിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട ലെവൽ ഹോമോ നിയാൻഡർതാൽസ് ആണ്. ജർമ്മനിയിലെ നിയാൻഡർ താഴ്വരയിൽ നിന്നാണ് ഇവരുടെ അവശേഷങ്ങൾ ലഭിച്ചത്. ഏകദേശം 1400 CC തലച്ചോറുള്ള ഇവർ ആധുനിക മനുഷ്യനോട് ഏറെ സാമ്യമുള്ളവരായിരുന്നു. കഠിനമായ ഐസേജിനെ അതിജീവിക്കാൻ ആനിമൽ സ്കിൻ, അതായത് മൃഗത്തോലുകൾ വസ്ത്രമായി ഉപയോഗിക്കുകയും ഗുഹകളിൽ താമസിക്കുകയും മരിച്ചവരെ ആചാരപരമായി അടക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു. ഇവർ മികച്ച വേട്ടക്കാരുമായിരുന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം 34,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ക്രോ-മഗ്നൻ മനുഷ്യനാണ് ആധുനിക മനുഷ്യൻ്റെ നേരിട്ടുള്ള പൂർവികരെന്ന് കരുതപ്പെടുന്നത്. ഏകദേശം ഹോമോസാപ്പിയൻ തന്നെയാണ് ഈ ക്രോ-മഗ്നനും. 1.8 മീറ്റർ ഉയരവും 1650 CC തലച്ചോറുമുള്ള ഇവർ മികച്ച ബുദ്ധിശക്തിയുള്ളവരായിരുന്നു. ഗുഹകളിലൊക്കെ കുടുംബമായി താമസിച്ചിരുന്ന ഇവർ മനോഹരമായ ആഭരണങ്ങളും ആയുധങ്ങളും നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായിരുന്നു. ഏകദേശം 2 to 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യൻ ഡെവലപ്പാകുന്നത്. ഇവർ ആഫ്രിക്കയിലാണ് ഡെവലപ്പായത്. സാവധാനം ഒരു ആഫ്രിക്ക പുറത്തേക്ക് പോയി യൂറോപ്പ്, ഏഷ്യ പോലുള്ള ഭാഗങ്ങളിലേക്ക് അവർ കുടിയേറി പാർത്തു. യൂറോപ്പ് ഭാഗത്ത് കണ്ട ആ മോഡേൺ ഹ്യൂമൻസ് ഹോമോസാപ്പിയൻസിനെ ക്രോ-മഗ്നൻ എന്നാണ് അറിയപ്പെടുന്നത്. അവരും ഹോമോസാപ്പിയൻസ് തന്നെയാണ്. അങ്ങനെ ഡെവലപ്പായ ഹോമോസാപ്പിയൻസിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നിവർന്ന തലയും വ്യക്തമായ താടിയലുകളുമാണ് ഇവരുടെ പ്രധാന സവിശേഷത. 1350 മുതൽ 2000 CC വരെ തലച്ചോറിന് വലിപ്പമുള്ള ഇവർ നട്ടലിൻ്റെ പ്രത്യേക ഘടന മൂലം പൂർണ്ണമായും 2 കാലുകളിൽ നിവർന്നു നിൽക്കാൻ പ്രാപ്തിയുള്ളവരാണ്. കുരങ്ങ് രൂപത്തിൽ നിന്നും മനുഷ്യൻ്റെ മാറ്റങ്ങൾ പ്രധാനമായും ഇവയാണ്. 4 കാലുകളിൽ നിന്ന് 2 കാലുകളിലേക്കുള്ള മാറ്റം, ബൈപ്പഡലിസം എന്ന് പറയും. നട്ടലിന് വളവുണ്ടായി നിവർന്നു നിൽപ്പ് സാധ്യമായത്. തലച്ചോറിൻ്റെ വലിപ്പത്തിലുള്ള വർധനവ് എന്നിവ ഇതിൽ പ്രധാനമാണ്. കൂടാതെ താടിയലുകളുടെ വലിപ്പം കുറയുകയും മുഖം പരന്നതാവുകയും ചെയ്തു. ശരീരത്തിലെ രോമങ്ങളുടെ കുറവ് മറ്റൊരു പ്രധാന മാറ്റമായിരുന്നു.
മനുഷ്യനുണ്ടായതിൻ്റെ കഥ ഒരു ഷോർട്ട് വീഡിയോ കൊണ്ട് പറഞ്ഞു തീർക്കാൻ ആകില്ല. അതിനാൽ ഓരോ ബ്രാഞ്ചിങ്ങും കൃത്യമായി പറയുന്ന ഒരു വീഡിയോ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കുമല്ലോ.